എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലാണ്. അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ഫാബ്രിക്കിനെ നമ്മൾ 4ആയിട്ട് മടക്കുക. തൊട്ട് മേളിലായിട്ടൊരു ലൈൻ കൊടുക്കുക. ഈ ലൈനിൻ്റെ ബേസിസിലായിരിക്കും ഫെർദർ മെഷർമെൻറ്റ്സ് ഒക്കെ വരുന്നത്. നെക്ക് വിഡ്ത്ത് വരുന്നത് 2.5, നെക്ക് ഡെപ്ത്ത് വരുന്നത് 3. ഇതിനെ നമ്മൾ ഒരു ബോക്സ് ആയിട്ട് വരച്ചതിന് ശേഷം ഉള്ളിലെ കർവ് പോലെ ഇതുപോലെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഷോൾഡർ മെഷർ ചെയ്യാണ്. ഷോൾഡർ നോർമലി നമ്മൾ എടുക്കുന്നത് 7 ആണ്. അതിനുശേഷം നമ്മൾ താഴേക്ക് ആം ഹോൾ ഒരു 6 എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ബോക്സ് പോലെ കൊടുത്തിട്ട് ചെറിയൊരു കർവ് കൊടുക്കുന്നുണ്ട്. നോർമലി മീഡിയം സൈസിനൊക്കെ നമ്മൾ 7 തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഷോൾഡർ കുറച്ച് കയറ്റി തയ്ക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് 5 ആണ്. ആൻഡ് കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 29. അപ്പോൾ ഇതെല്ലാം നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. മുന്നേ കട്ട് ചെയ്ത് വെച്ച ഫാബ്രിക്കിൻ്റെ ബേസിസിൽ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സ്ലീവ്ലെസ് കുർത്തിയാണല്ലോ, അതുകൊണ്ട് ഷോൾഡർ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് ഫാബ്രിക് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് യെല്ലോ ഫാബ്രിക് നമ്മൾ ബാക്കിൽ കെട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാണ്. ഫ്രണ്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഹൈനെക്ക് ആയതുകൊണ്ട് നമുക്ക് ബാക്കിൽ എന്തായാലും ഹുക്ക് വെക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചസ് നമ്മൾ താഴേക്ക് ഇതുപോലെ വി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഡ്രസ്സ് ഇതുപോലെ മറിച്ചിടുന്നുണ്ട്. ലൈനിങ്ങും ക്ലോത്തുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ മാക്സിമം ഇതുപോലെ ക്ലോത്ത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് പുറമേ കാണാണ്ട് കുറച്ചുകൂടെ നീറ്റായിട്ട് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കട്ട് പീസസ് ഇതുപോലെ മടക്കി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ഇഞ്ചസിലാണ്. സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് അധികം ഫാബ്രിക് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബോഡി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി അടിക്കേണ്ടതാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യമേ ഞാനിവിടെ മടക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. ലാസ്റ്റ് കുർത്തിയുടെ എൻഡും ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കുർത്തിയുടെ ബാക്കിലായിട്ട് കെട്ട് വയ്ക്കാൻ പോവാണ്. കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേളിൽ ജസ്റ്റ് ഒരു ലൈൻ പോലെ കൊടുക്കുക. എന്നിട്ട് മിഡിൽ പോർഷനിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ചസ് വീതം മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് 4 ഇഞ്ചസ് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും താഴേക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഇഞ്ചസ് വീതം ഇങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ കട്ട് ചെയ്യുക. 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്യുക. കെട്ടിന് വേണ്ടിയിട്ടുള്ള ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 2 ഇഞ്ചസ് ഗ്യാപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഓരോ പീസും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നേരത്തെ
സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ലേസ് ഇതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കയറ്റുക. ലാസ്റ്റ് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു ടെസിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.